സൗദി അറേബ്യയിൽ അമേരിക്കക്ക് എയർബേസ് ഇല്ല. അത് കൃത്യമായിരിക്കുന്ന തെളിവടിസ്ഥാനത്തിൽ തന്നെ സൗദി അറേബ്യ പ്രസ്താവിച്ചതാണ്. ചില റിപ്പോർട്ടർമാരൊക്കെ യൂട്യൂബർമാരൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ എയർബേസിൽ നിന്ന് ഇറാനെ ആക്രമിക്കും, അതിനൊക്കെ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു എന്ന തരത്തിലൊക്കെ വീഡിയോ ഇറക്കാറുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ വിശ്വസിക്കുകയും ചെയ്യും. സൗദി അറേബ്യയും ഈ അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള സൗഹൃദ നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ. എന്നാൽ ചില രാഷ്ട്രീയമായിരിക്കുന്ന മാറ്റങ്ങൾ അവരെ അമേരിക്കയിൽ നിന്ന് അകറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ കൃത്യതയോടു കൂടി പ്രകടമാണ്. നമ്മൾ നോക്കാം അതിൻ്റെ റൂട്ട് പാതകൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. 2003 വരെ സൗദി അറേബ്യയിൽ സ്ഥിരമായ രീതിയിൽ അമേരിക്കയ്ക്ക് എയർബേസും സൈനിക താവളവും സൈനികരും സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. 2003 കൂടി അത് എടുക്കപ്പെട്ടു പോവുകയും അത് ഖത്തറിലേക്ക് മാറ്റുകയാണ് എന്ന് അമേരിക്ക ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോട് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ തന്നെ യൂസ് ചെയ്താൽ മതി. ചാറ്റ് GPT എടുത്തിട്ട് മലയാളത്തിൽ ചോദിച്ചാൽ അത് കൃത്യമായ രീതിയിൽ മലയാളത്തിൽ തന്നെ പറയും. അതിൻ്റെ ഈ ഭാഗങ്ങൾ നമ്മൾ ചോദിക്കപ്പെട്ടതും അതിൻ്റെ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. 4 കാരണമാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 2001 സെപ്റ്റംബർ 11 അമേരിക്കയ്ക്ക് നേരെ നടത്തിയ ഭീകരാക്രമണം, പെൻറ്റഗൺ ഇടിച്ച് തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട വിമാന ആക്രമണം നമുക്കറിയാം. അതിൽ വലിയ രീതിയിലുള്ള അന്വേഷണം ജോർജ് ബുഷ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു, അദ്ദേഹം പ്രഖ്യാപിച്ചു. ഭീകര ആക്രമണത്തിൽ പിടികൂടിയ ഭീകരവാദികളായിരിക്കുന്ന 19 പേരിൽ 15 പേരും സൗദി പൗരന്മാരാണെന്ന് അമേരിക്ക കണ്ടെത്തി. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സൗദി അമേരിക്കയും തമ്മിലൊക്കെ അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ പരിഹരിക്കപ്പെട്ടു. അതിനുശേഷം പിന്നീട് വല്ലാത്തൊരു മാറ്റങ്ങൾ അറേബ്യൻ മേഖലയിൽ പ്രകടമായി എന്നുള്ളതാണ്. സൗദികൾ അമേരിക്കയുടെ വിരുദ്ധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അതായത് അമേരിക്കക്കെതിരെ വിരുദ്ധ വികാരങ്ങൾ അവിടെ ഉണ്ടായി. അതിൽ അവർ പറഞ്ഞത് വിദേശ സൈന്യം വിശുദ്ധ ഭൂമിയിൽ നിന്ന് പുറത്തു പോകണം, അതായിരുന്നു മുദ്രാവാക്യം. അത് പരസ്യമായ രീതിയിൽ നമ്മൾ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാന പ്രകാരം പോലെ ഉണ്ടാകുന്നതൊന്നുമല്ല. അതല്ലാത്ത രീതിയിൽ ഒരു ആന്തരികമായ രീതിയിൽ സൗദി അറേബ്യയിലെ ഭരണാധികാരികൾ ജനങ്ങളോട് അഭിപ്രായം തേടുന്ന ഒരു സംവിധാനമുണ്ട്. ഞാൻ സൗദിയിലുള്ള സമയത്തൊക്കെ അത് ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾക്ക് അത് പ്രത്യേകമായ രീതിയിൽ നമ്മുടെ ഈ പഞ്ചായത്ത് പോലെ മുനിസിപ്പൽ സംവിധാനം പോലെ ആളുകളെ വിളിച്ചു വരുത്തുക, അത് സൗദി പൗരന്മാരെ വിളിച്ചു വരുത്തുക, എന്നിട്ട് അവരുടെ അഭിപ്രായം തേടുക. സർക്കാർ തലത്തിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വേണോ, പുതിയ എന്തെങ്കിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവരണോ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അത് ഭരണാധികാരികൾക്കുപ്പെട്ട പ്രമുഖരായിരിക്കുന്ന ആൾക്കാർ വന്നിട്ട് ക്രോഡീകരിക്കും, രേഖപ്പെടുത്തി വെക്കും. അതിനനുസരിച്ച് ഭരണത്തിൽ മാറ്റങ്ങൾ വരുത്തും. അതിൽ അത്തരമൊരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് വിദേശ സൈന്യം വിശുദ്ധ ഭൂമിയിൽ നിന്ന് പുറത്തു പോകണം എന്ന തരത്തിലുള്ള അഭിപ്രായം ഉണ്ടായത്. മതപണ്ഡിതന്മാരും, അതായത് മുത്തവ എന്ന് പറയുന്നത് അവിടുത്തെ ഈ മതപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന വിഭാഗമാണ് മുത്തവന്മാർ. ആ പണ്ഡിത സഭ ഒന്നടങ്കവും പിന്നീട് ജനങ്ങളും ഈ ഒരു അഭിപ്രായം പ്രകടമായിട്ട് തന്നെ പറഞ്ഞു. ഭരണാധികാരികൾ ജനങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംവിധാനം അബ്ദുള്ള രാജാവ് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അറാർ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയമാണ്. അറാറിൽ അൽമറായി എന്ന് പറയുന്ന പാൽ കമ്പനിയിൽ. ആ മേഖലയിലൊക്കെ അദ്ദേഹം പറയുന്നത് അങ്ങനെ 70 വർഷത്തിനിടയിൽ ഒരു സൗദി അറേബ്യയുടെ ഭരണാധികാരി ഈ പട്ടണത്തിലെത്തുന്നത് ആദ്യമായിട്ടാണ്. അവിടെ വിശാലമായിരിക്കുന്ന വലിയ സംവിധാനത്തോടു കൂടി വലിയ രീതിയിലുള്ള ജനങ്ങളെ ആ സൗദി പൗരന്മാരെ സ്വീകരിച്ചുകൊണ്ടാണ് അഭിപ്രായം തേടിയത്. ഏകദേശം ഒരു 4 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പ്രമുഖമായിരിക്കുന്ന പ്രവിശ്യ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഭരണാധികാരിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടേക്ക് എത്തിയത്. അപ്പോൾ അവിടെയൊക്കെ വന്നിരിക്കുന്ന കാര്യങ്ങൾ, നോ US ട്രൂപ്സ് ഇൻ സൗദി, അമേരിക്കയുടെ പൗരന്മാർ ഇവർ വേണ്ട എന്നുള്ള രീതിയിലാണ് അന്നും ആ നിലപാടുണ്ടായിരുന്നത്. അത് ചില പ്രവിശ്യകളിലൊക്കെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. അത് ഏറ്റവും കൂടുതൽ ഈ ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്, കുവൈത്ത് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് അമേരിക്കയോട് സഹായം തേടിയത്. അതിൽ സൗദിയിലുണ്ടായിരുന്നു, കുവൈറ്റിലുണ്ടായിരുന്നു, ഖത്തറിലുണ്ടായിരുന്നു, ബഹ്റൈനിലുണ്ടായിരുന്നു, UAE എല്ലാ രാജ്യത്തും ഉണ്ടായിരുന്നു. ഈ മുദ്രാവാക്യം അവിടെ പ്രകടമായിട്ട് വന്നു. ആഭ്യന്തര സുരക്ഷാ ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വിഷയങ്ങൾ നീങ്ങാതിരിക്കണം എന്ന് സൗദി ഗവൺമെൻറ് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായി, അവരെ അപ്പാടെ മാറ്റാൻ വേണ്ടി ഘട്ടമായ രീതിയിൽ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. റിയാദ്, ദമ്മാം, ജിദ്ദ എന്നീ മേഖലകളിലും ചില പ്രവിശ്യകളിലും
അമേരിക്കയുടെ ട്രൂപ്സും അതിൻ്റെ സൈനിക സംവിധാനങ്ങളും സജീവമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമാണ് 2003 വരെ. 2003 ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഈ ഭൂമി വിട്ടുകൊടുക്കണമെന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു, നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഏതായിരുന്നാലും അവർ നീങ്ങിയതോടുകൂടി എങ്ങോട്ടാണ് നീങ്ങിയത്? ഖത്തറിലേക്ക് അവരുടെ എല്ലാ സംവിധാന കാര്യങ്ങളും നീക്കി. എന്തൊക്കെയാണ് നീക്കിയെന്ന് അതിൽ പറയുന്നുണ്ട്. US സെൻട്രൽ കമാൻഡർ അതിൻ്റെ സംവിധാനത്തെ മാറ്റി. വലിയ യുദ്ധവിമാനത്തിൻ്റെ സ്കാഷ് ഡ്രോണുകൾ അങ്ങോട്ട് മാറ്റി. സ്ഥിരമായി ആക്രമണ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നിലപാടുകളൊക്കെ ഇവിടെ ഖത്തറിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതാണ് 2003. അതോടുകൂടി ഏറെക്കുറെ അപ്രത്യക്ഷമായി ഘട്ടം ഘട്ടമായിട്ട് സൈനികർ പോവുകയും ചെയ്തു. എന്നാൽ നയതന്ത്ര ബന്ധത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. സുഹൃത്ത് ബന്ധത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഈ അടുത്ത് ഗൾഫിൽ വന്ന സമയത്ത് മില്യൺ കണക്കിന് ഡോളറാണ് അമേരിക്കയിൽ നിക്ഷേപിക്കാൻ വേണ്ടി സൗദി അറേബ്യ തീരുമാനിച്ചത്. UAE അങ്ങനെ തന്നെയാണ്. ഖത്തർ എന്ത് ചെയ്തു? അയാൾക്കൊരു ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപിന് ഒരു വിമാനത്തിന് സമ്മാനമായിട്ട് കൊടുത്തു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, താൽക്കാലികമായ രീതിയിൽ ഒരു സഹകരണാടിസ്ഥാനത്തിൽ വിമാനത്താവളങ്ങൾ ആവശ്യപ്പെട്ടാൽ കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. എന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ ഇപ്പോൾ ഈ അൽഖർജ എന്ന് പറയുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിമാനത്താവളം സാധാരണഗതിയിൽ അവർ ആവശ്യപ്പെടാറുണ്ട്. പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടോ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടോ ഒക്കെ മറ്റോ. ഈ പ്രിൻസ് സുൽത്താൻ സൗദി സൈനിക എയർബേസ് ആണ്, അത് വിട്ടുകൊടുക്കുക. അത് സൗദിയുടെ സൈനിക എയർബേസ് ആണ്. തൽക്കാലത്തേക്ക് ഇവർക്ക് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ അവർ ഒഴിഞ്ഞു പോകാറുണ്ട്. അതാണ് താൽക്കാലികമായി സ്ഥിരമായ രീതിയിൽ. അത് നമ്മുടെ രേഖയിൽ ഇതിലൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ താൽക്കാലിക എയർബേസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു എയർബേസ് ഖത്തറിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാറുണ്ട്. ഇതിനിടയ്ക്ക് വലിയ പ്രാധാന്യമുള്ള റിപ്പോർട്ടായിരുന്നു. ആ ഖത്തർ സൈനികർ മാത്രമേ ആ സമയത്ത് ആ എയർബേസ് കേന്ദ്രീകരിച്ചുണ്ടാവും. അവരുടേതാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ശ്രീലങ്കനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ രാജീവ് ഗാന്ധിൻ്റെ ഭരണത്തിൽ നമ്മുടെ സൈനികരും വിമാനവും അങ്ങോട്ട് പോയിട്ടുണ്ട്. അതും സ്ഥിരമല്ല, താൽക്കാലികമായിരിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ന് മാത്രം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അമേരിക്കയുടെ സൈനിക ബേസ് ഖത്തറിൽ പ്രവർത്തിക്കുന്ന പോലെ സ്ഥിരമായ രീതിയിലും കരാർ അടിസ്ഥാനത്തിലും സൗദി അറേബ്യയിലില്ല. ഇപ്പോഴും പറയുന്നത് ഇല്ല എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ തായിബ ഉസ്താദ് എന്തോ രേഖകൾ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെയാണ്, കള്ളാണ്, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഈ പറഞ്ഞതുണ്ട്, നയതന്ത്ര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായ രീതിയിൽ എയർബേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ടുകൊടുക്കാറുണ്ട്. സൗദി അറേബ്യ അമേരിക്കയോട് ചോദിച്ചാൽ അവരും വിട്ടുകൊടുക്കും. അത് നയതന്ത്ര ബന്ധത്തിൻ്റെ സൗഹൃദ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടുകൊടുക്കുന്നതിനപ്പുറം ഖത്തറിനെ പോലെയോ UAE പോലെയോ ബഹ്റൈനെ പോലെയോ അല്ലെങ്കിൽ കുവൈത്തിനെ പോലെയുള്ള സ്ഥിരമായിരിക്കുന്ന എയർബേസുകളും അതിൻ്റെ വിമാനങ്ങളും അതിൻ്റെ സൈനിക സംവിധാനങ്ങളും സൗദി അറേബ്യയിലില്ല. അതിപ്പോൾ അയാൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്നില്ലല്ലോ, അത് കളവല്ലേ പറയുന്നത്. അതങ്ങനെയൊന്നും അയാൾ പ്രചരിപ്പിക്കാൻ പാടില്ല. കൃത്യതയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടേ ആ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ. മാത്രമല്ല അയാൾ ഒന്നും കൂടി ഒരു നുണയും കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യ ഇറാന് മുന്നറിയിപ്പ് നൽകി, ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ. അങ്ങനെ സംഭവമില്ല ഉസ്താദ്, എന്തിനാ കളവ് പറയുന്നത്? അങ്ങനെ പറയാൻ പാടില്ല. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം 2024, 23, 24 കൂടി അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു. അത് ചൈനയുടെ മധ്യസ്ഥതയോട് കൂടിയിട്ടാണ്. ഹൂത്തികൾ എന്ന് പറയുന്ന ഇറാനിനെ പിന്തുണക്കുന്ന പ്രവിശ്യ വിഭാഗം, അല്ലെങ്കിൽ ഇറാനെ പിന്തുണക്കുന്ന ആ ഹൂത്തി വിഭാഗം, അത് ഷിയ വിഭാഗത്തിൻ്റെ മിലീഷ്യയായിട്ടാണ് അറിയപ്പെടുന്നത്. അവർ യമനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യമനിലെ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് യമനിലെ ആഭ്യന്തര വിഷയം രൂക്ഷമായപ്പോൾ സൗദി അറേബ്യയുടെ സഹായം തേടി സൗദി അറേബ്യ സൈന്യത്തെ അയച്ചു. അതോടുകൂടി ഹൂത്തികളും സൗദി സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി വലിയ പ്രശ്നമായി. 15 വർഷത്തോളം ആ പ്രശ്നങ്ങൾ നീണ്ടുനിന്നു. പിന്നീട് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോട് കൂടിയിട്ട് ഈ മേഖല ഒരു ഐക്യപ്പെടണം എന്ന അഭിപ്രായത്തിൽ ചൈന എന്ത് ചെയ്തു? സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിന് ഇടനിലക്കാരനായിട്ട് പ്രശ്നങ്ങൾ തീർത്തു. അവർ സൗഹൃദമായി. അതിനുശേഷം നടന്ന 3 ഉച്ചകോടിയിൽ ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി പങ്കെടുക്കുകയും അയാളുടെ നിലപാട് പറയുകയും ചെയ്തു. സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിച്ചു ആത്മീയ നേതാവിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായുമായിട്ട് ചർച്ച നടത്തിയത് നമ്മൾ കണ്ടതുമാണ്. വലിയ സൗഹൃദമാണ്. മാത്രമല്ല, എന്തുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഇറാൻ ആക്രമിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിയുള്ള ഒരു ഉത്തരവുണ്ട്. ഇറാനെ പേടിച്ചിട്ടും ആയുധമുണ്ടായിട്ട് അതൊക്കെ നമുക്ക് വിശദീകരണ ഭാഗമായിട്ട് പറയാൻ പറ്റുന്നതാണ്. അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് സഹകരിക്കുന്നില്ല, പ്രത്യേകിച്ച് സൗദി അറേബ്യ. ഇതാണ് അതിനെ കൃത്യമായിരിക്കുന്ന ഉത്തരം. അതിൻ്റെ വിശദീകരണം പറയുന്ന സമയത്ത് ഒരുപാട് പറയാനുണ്ട്. അതിൽ ചൈനയും റഷ്യയും ഒക്കെ അതിൽ പെടുന്നതാണ്. ആയുധങ്ങളും മിസൈലുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളും ധൈര്യവും അതൊക്കെ അതിൻ്റെ കൂടെ പറയേണ്ടതാണ്.
ഇപ്പം നിലവിലെ ഈ സാഹചര്യം എന്ന് അറബ് രാജ്യങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അവരെ ധിക്കരിച്ചുകൊണ്ട് ഈ മേഖല ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇപ്പം തന്നെ ഈ ഇറാഖുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചതോടുകൂടി തന്നെ, അല്ലെങ്കിൽ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഏറെക്കുറെ അമേരിക്കയുമായിട്ട് അല്പാൽപമായിട്ട് അറേബ്യൻ രാജ്യങ്ങൾ അകന്നിട്ടുണ്ട്. പാലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് അത് കുറച്ചുകൂടി കൂടുതലായി. ഇറാനും കൂടി ഏറ്റുമുട്ടുന്ന സമയത്ത് പൂർണ്ണമായിട്ട് മുറിഞ്ഞു പോകുമോ എന്നൊരു പേടിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് അറേബ്യൻ ഭൂമികയിൽ നിന്ന് ആക്രമിക്കാൻ വേണ്ടി അനുവാദം നൽകുകയില്ല. ഖത്തറിൽ നിന്ന് ആക്രമിക്കുക എന്നുള്ളൊരു പേടിയിൽ മാത്രമാണ് ഇപ്പം നിൽക്കുന്നത്. അതിന് ഇറാൻ മറുപടി കൊടുക്കുകയും ചെയ്തു, ഞങ്ങൾ നിങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ സൗദി അറേബ്യ, നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്, സൗദി അറേബ്യയിൽ അമേരിക്കയ്ക്ക് ബേസ് ഇല്ല. സൗദി അറേബ്യക്ക് സ്ഥിരമായിരിക്കുന്ന ഒരു ബേസ് സൗദി അറേബ്യയിൽ അമേരിക്കയ്ക്ക് ഇല്ല. തെളിയിക്കുന്നവർക്ക് 25,000 രൂപ ഇനാം ഞാൻ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ അതിൻ്റെ കൃത്യമായിട്ട് രേഖകൾ അയച്ചൊരു ഈ മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി. രേഖകൾ കൃത്യമാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പണം വാങ്ങാം. പണം അയച്ചു തരും. ഈ വാട്സപ്പ് നമ്പർ, ഗൂഗിൾ പേ നമ്പർ അതിൻ്റെ കൂടെ അയക്കുന്നുണ്ട്. അത് വെറുതെ പറയുന്നതല്ല. അപ്പോൾ നമ്മളൊരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ വേഷവും നമ്മുടെ ഭാഷയും നമ്മുടെ രീതികളൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. പബ്ലിക്കാണല്ലോ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മീഡിയക്കാണ്, പബ്ലിക്കാണ്, ലോകം മുഴുവൻ കാണുന്നതാണ്. അവിടെ ഇങ്ങനെ ഇല്ലാ കഥകൾ പറയുക. അതുകൊണ്ട് അതേപോലെ തന്നെ ഈ സൗദി അറേബ്യ ഇറാനെ ഭീഷണിപ്പെടുത്തി, അങ്ങനത്തെ സംഭവം ഇല്ല ഉസ്താദേ, പച്ചക്കള്ളമാണ്. അതൊരിക്കലും പറയാൻ പാടില്ല. അത് നല്ലതല്ല, ഉചിതമല്ല ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്. സൗദി അറേബ്യ ഇറാനെ ഭീഷണിപ്പെടുത്താറുമില്ല. കാരണം വെച്ചാൽ ഇറാൻ നിലനിൽക്കൽ ഈ അറേബ്യൻ രാജ്യങ്ങളുടെ നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ്. സാമ്പത്തിക സഹായം പോലും അറബ് രാജ്യങ്ങൾ ഇറാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന പ്രാദേശിക റിപ്പോർട്ട് പോലും പുറത്തു വന്നിട്ടുണ്ട്. കള്ളപ്രചരണങ്ങൾ നിർത്തിയിട്ട് സത്യസന്ധമായ രീതിയിൽ സംസാരിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം എന്ന് അറിയിക്കുന്നു. താങ്ക് യു.